കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുന്നതിനിടെ പോളിടെക്നിക് കോളേജിൽ UDF സ്ഥാനാർത്ഥി TO മോഹനും SFI പ്രവർത്തകരും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം. കോളേജ് ക്യാമ്പസിൽ വോട്ട് ചോദിക്കാനെത്തിയ സ്ഥാനാർത്ഥിയെ തടയാൻ ശ്രമിച്ചതും തുടർന്നുണ്ടായ വാദപ്രതിവാദങ്ങളും കണ്ണൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ പ്രക്ഷുബ്ധമാക്കിയിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി TO മോഹനൻ, കോൺഗ്രസ് നേതാവ് റിജൽ മാക്കുറ്റി, KSU നേതാക്കൾ എന്നിവർക്കൊപ്പം വോട്ട് അഭ്യർത്ഥിക്കാനായി ക്ലാസ് മുറികളിൽ എത്തിയപ്പോഴാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. SFI പ്രവർത്തകർ സ്ഥാനാർത്ഥിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയായിരുന്നു. വയനാടിന്റെ ഫണ്ട് മുക്കിയവർക്ക് ഇവിടെ സ്ഥാനമില്ല എന്നെഴുതിയ പോസ്റ്ററുകൾ ഉയർത്തിക്കാട്ടിയാണ് SFI പ്രവർത്തകർ പ്രതിഷേധം ആരംഭിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വയനാട് പുനരധിവാസ ഫണ്ടുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു വിദ്യാർത്ഥികളുടെ ഈ നീക്കം. SFI ഉയർത്തിയ ആരോപണങ്ങളിൽ തത്സമയം തന്നെ വിശദീകരണം നൽകാൻ TO മോഹനൻ ശ്രമിച്ചു. എന്നാൽ ഇത് ഇരുവിഭാഗവും തമ്മിലുള്ള കടുത്ത വാദപ്രതിവാദങ്ങളിലേക്ക് വഴിമാറി. കോളേജ് അധികൃതരുടെ കൃത്യമായ അനുവാദം വാങ്ങിയാണ് താൻ എത്തിയതെന്നും വോട്ട് ചോദിക്കാൻ തനിക്ക് അവകാശമുണ്ടെന്നും മോഹനൻ ആവർത്തിച്ച് പറഞ്ഞു. വാക്കേറ്റം മുറുകിയതോടെ TO മോഹനൻ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇതിനിടയിലും SFI പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി തടസ്സമുണ്ടാക്കി. സ്ഥാനാർത്ഥി ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പ്രവർത്തകർ ഒന്നടങ്കം കൂവി വിളിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പ്രതിഷേധത്തിനിടെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് കയ്യേറ്റ ശ്രമം ഉണ്ടായതായി TO മോഹനൻ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. ജനാധിപത്യപരമായ പ്രചാരണത്തെ തടസ്സപ്പെടുത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്നും സംഭവത്തിൽ പോലീസും തിരഞ്ഞെടുപ്പ് കമ്മീഷനിലും പരാതി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂരിലെ ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ സംഭവം വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. UDF പ്രവർത്തകർ SFIയുടെ നടപടി അപലപിച്ചപ്പോൾ അഴിമതി ആരോപണം നേരിടുന്നവർക്കെതിരെയുള്ള സ്വാഭാവികമായ പ്രതിഷേധമാണിതെന്നാണ് SFIയുടെ നിലപാട്. വരും ദിവസങ്ങളിൽ പ്രചാരണ രംഗത്ത് ഇത് കൂടുതൽ വാശിയേറിയ പോരാട്ടത്തിന് കാരണമാകും.